ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ടെസ്റ്റ് വിജയമെന്ന് പറഞ്ഞ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഈഡൻ ഗാർഡൻസിൽ 2001 ഓസ്ട്രേലിയക്ക് മേൽ ഇന്ത്യ നേടിയ വിജയം. അത് ഫോളോ ഓൺ ചെയ്തിട്ടും ദ്രാവിഡിൻ്റെയും ലക്ഷ്മണിൻ്റെയും അസാമാന്യമായ പ്രദർശനം, ഹർഭജൻ്റെ ഗംഭീരമായ ബൗളിംഗ്, ഇതൊക്കെയാണ് അതിനെപ്പറ്റി ഇപ്പോഴും പറയപ്പെടുന്നത്. ഇപ്പം അതിൻ്റെ 25ാം വാർഷികം ഈഡൻ ഗാർഡൻസിൽ ആഘോഷിക്കാൻ പോവുകയാണ്. ആ ടെസ്റ്റിന് എന്തുകൊണ്ടാണ് ടെസ്റ്റ് ഹിസ്റ്ററിയിൽ ഏറ്റവും മികച്ച കളിയായിട്ട് വിലയിരുത്തുന്നത്? എന്തുകൊണ്ട്? അതിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് എന്താ പറയാ, അതായത് ഞാൻ ചെയ്ത ആദ്യത്തെ മാച്ചായിരുന്നു, ആദ്യത്തെ ടെസ്റ്റ് മാച്ച് കവർ ചെയ്ത്. അക്കാലത്താണെങ്കിൽ വെബ്സൈറ്റ്സിനൊന്നും പ്രസ് ബോക്സിലേക്ക് എൻട്രി കൊടുക്കില്ല. അത് വളരെ പുച്ഛായിരുന്നു ഓൺലൈൻ ഇന്റർനെറ്റ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ഈ TV പ്രൊഡക്ഷൻ ക്രൂവിന്റെ കൂടെ ഇരുന്ന് കാണണം. അവിടെയാണെങ്കിൽ മുഴുവൻ സ്ക്രീനും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ചൂടുമാണ്. അപ്പം പിന്നെ അവസാനം നമ്മൾ സ്റ്റാൻഡ്സ് പോയിട്ട് അവിടെ പോലീസുകാരുടെ ചെയറിന്റെ അടുത്തൊക്കെ നിന്നിട്ടാണ് കണ്ടിരുന്നത് ഞാൻ അധികം കളി. പക്ഷെ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഓസ്ട്രേലിയൻ ടീം ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലത്തെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിരുന്നു. 16 കളി അടുപ്പിച്ചിട്ടാണ് കൽക്കത്തയിൽ എത്തുന്നത്. 16ാമത്തെ മുംബൈയിലായിരുന്നു 3 ദിവസത്തിലാണ് ജയിച്ചത്. അതെ അതെ. അപ്പൊ അതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അപ്പോഴേക്കും ഓസ്ട്രേലിയൻ മീഡിയയും ഇവരൊക്കെ കൂടി സൗരവ് ഗാംഗുലിയെ പറ്റി ഓരോന്നൊക്കെ, അപ്പൊ ഒരു എഫ്ഐആർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ, അത് ഒരു ഇന്ത്യൻ PTI സ്റ്റാഫറാണ് ആ സ്റ്റോറി പുറത്തിറക്കിയത്. പക്ഷെ അത് എല്ലാ ഓസ്ട്രേലിയൻ മീഡിയയും പിക്കപ്പ് ചെയ്ത് അതിനെപ്പറ്റി, അതെ, ഗാംഗുലിയെ പറ്റി ഇതാണ് ഇന്ത്യൻ ക്യാപ്റ്റന്റെ സ്ഥിതി, കളിയിൽ ശ്രദ്ധയില്ല, വേറെ ഓരോന്നില്ലാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഡെയിലി ടെലിഗ്രാഫിലെ ദ ടെലിഗ്രാഫ്, കൊൽക്കത്തയിലത്തെ ഏറ്റവും വലിയ പേപ്പർ, അവിടുത്തെ അവരായിട്ട് ഇയൻ ചാപ്പലിന് കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ സീരീസ്. ചാപ്പല് ഇതിനെപ്പറ്റി, ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയെ പറ്റി എന്തോ മോശമായിട്ട് എഴുതും ചെയ്തു. പിറ്റേ ദിവസം ഗാംഗുലിയുടെ മറുപടി അങ്ങനെ, എന്നുവെച്ചാൽ തന്റെ നഗരാണല്ലോ, അപ്പൊ അത് ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ബിൽഡപ്പ് ആയിരുന്നു ആ മാച്ചിന് തന്നെ. മുമ്പില്ലാത്തൊരു വൈരാഗ്യമൊക്കെ പുറത്തു വന്നു. പിന്നെ സ്റ്റീവ് വോ ടോസിന് വരുമ്പോ ഗാംഗുലി ലേറ്റ് ആയിട്ട് വരിക, ഇതൊക്കെ ഓസ്ട്രേലിയൻസിന് ഭയങ്കര അവരെ ചൊറിയണ കാര്യങ്ങളായിരുന്നു. പക്ഷെ അത് ഗാംഗുലിക്ക് മനസ്സിലായി ഇവരെ എങ്ങനെ ഇതാക്കാൻ പറ്റുന്ന, ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗാംഗുലി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കളി ജയിക്കണം. അതും ആ ബോംബെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ആരും വിചാരിച്ചിട്ടില്ല നമുക്ക് ജയിക്കാൻ പറ്റും. മാത്രമല്ല നല്ല ആദ്യ ഇന്നിങ്സിൽ ഓസ്ട്രേലിയ ആദ്യത്തെ ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, അവർ 269 റണ്ണിന് 8 വിക്കറ്റ് ആയിട്ട് പോയിട്ട്, പിന്നെ ബോ സെഞ്ചുറി അടിക്കുന്നു, ഗിലസ്പി കൂടെ ബാറ്റ് ചെയ്ത് 445 എടുക്കണം. എന്നിട്ട് പിന്നെ ഇന്ത്യ ഓൾ ഔട്ട് ആണ്. ആകെ ലക്ഷ്മൺ മാത്രം 59 റണ്ണൗട്ട് എടുത്ത്. പക്ഷെ എന്നിട്ടാണ് ആ കളി മാറുന്നത്. ജോൺ റൈറ്റ് പറഞ്ഞു, ഈ 6 ബാറ്റ് ചെയ്യണതിന് വരെ നമ്പർ 3 പോയി, ദ്രാവിഡ് അപ്പ കുറച്ച് ഔട്ട് ഫോം ആണ്, അപ്പൊ നീ ഒന്ന് നമ്പർ 3 ഒന്ന് ഇറങ്ങി നോക്കെന്ന് പറഞ്ഞിട്ട് അവിടുന്നാണ് ആ തുടക്കം ശരിക്കും. പക്ഷെ എന്നിട്ട് 3ാമത്തെ ദിവസം കളി അവസാനിക്കുമ്പോ ഇന്ത്യ 4 വിക്കറ്റിന് 254, 20 റൺ പുറകില ഫോളോ ഓൺ ചെയ്തിട്ട്. അന്ന് രാത്രി ഇപ്പൊ ഈ കളിയുടെ ഇടയ്ക്ക് എല്ലാ ദിവസവും ഈ കമന്റേറ്റേഴ്സിന്റെ കൂടെ ഞാൻ താമസിച്ചിരുന്നു. അവർക്ക് 4:30 കളി കഴിഞ്ഞ അവരുടെ പണി കഴിഞ്ഞു. എനിക്ക് അത് കഴിഞ്ഞിട്ടും എഴുതാനും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ദിവസവും എന്നെ വിളിക്കും ബാറിലേക്ക് വന്നിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഇവരിങ്ങനെ ഒരു പിരമിഡ് പോലെ ബിയർ ക്യാൻ ഇങ്ങനെ കുടിച്ച് ഉണ്ടാക്കി. അതെ, ഇയൻ ചാപ്പലൊക്കെ പ്രത്യേകിച്ച് നമ്മളവിടെ ആകെ അന്തം വിട്ടിങ്ങനെ ഒരു ക്യാനും വെച്ചാന്നിങ്ങനെ നോക്കിയിരിക്കും ഇവരുടെ സംസാരം കേട്ടിട്ട്. അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം അവര് ഡിന്നറിന് പോയി, ആരുടെ വീട്ടിലായിരുന്നു. ഈ ടോണി ഗ്രെഗിനെ കൂട്ടിയില്ല. ടോണി ഗ്രെഗിനെ ബാറിലേക്കും അധികം വിളിക്കില്ല, എന്താ വെച്ചാൽ പിശുക്കാന്നുള്ളൊരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ബില്ലൊന്നും നോക്കാതെ അവര് കൊടുക്കും, ചാപ്പിലൊന്നും നോക്കും കൂടി ഇല്ല. ഗ്രെഗ് എല്ലാത്തിന്റെയും ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുക. അന്ന് ഇവര് ടോണി ഇല്ലാതെ പോയി. എനിക്ക് എന്റെ റൂമിൽ കോള് വരുന്നു, ഡിന്നറിന് വരുന്നു. ഞാൻ ചോദിച്ചാൽ എന്താ എന്നെ വിളിക്കണേ? പിന്നെ മനസ്സിലായത് വേറെ ആരും അവിടെ ഇല്ല, എല്ലാവരും പോയിരിക്കണം പുറത്തേക്ക്.
പക്ഷെ എനിക്കത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുമ്പത്തെ ഒരു ഇംഗ്ലണ്ട് ക്യാപ്റ്റന്റെ കൂടെ ഡിന്നറിന് പോയിരിക്കുക. പക്ഷെ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ സ്കോർ ബോർഡ് കാരണം ടോണി ഗ്രെഗ് പറഞ്ഞിട്ട് നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ ഇവിടെ റോയൽ ഗോൾഫ് കോഴ്സിന്റെ പേര് ഞാൻ മറന്നു, കൽക്കത്തയിലത്തെ ഏറ്റവും വലിയ കോഴ്സിൽ ഞാൻ ടീ ടൈം ബുക്ക് ചെയ്തിട്ടുണ്ട് 2 മണിക്ക് ഉച്ചയ്ക്ക്. ഞാൻ മാത്രല്ല വേറെ പലരും ഈ പ്രൊഡക്ഷൻ ക്രൂവില് പലരും ബുക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആർക്കും പോകാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ 4ാമത്തെ ദിവസം ഇന്ത്യ ബാറ്റ് ചെയ്തു. അതിനകത്ത് ശരിക്കും ദ്രാവിഡ് ഡബിൾ സെഞ്ചുറി അല്ല, ദ്രാവിഡ് 180 ലക്ഷ്മണാണോ? അതെ, ഇത് 280. ആ ഒരു ഇതിനകത്ത് അവർ രണ്ടുപേരെ രാഹുൽ ദ്രാവിഡിന്റെയും ലക്ഷ്മണിന്റെയും ഇന്നിങ്സിന്റെ പ്രത്യേകത എന്താണ്? ലക്ഷ്മണിന്റെ പോലത്തെ ഇന്നിങ്സ് എനിക്ക് തോന്നുന്നില്ല ഇനി ഞാൻ ജീവിതത്തിൽ കാണുന്നത്. അത് ശരിക്കും ഒരു ജീനിയസ് എന്ന് പറഞ്ഞാൽ അതിലും വേറെ ഒരു ലെവലിലായിരുന്നു. ആ അറ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ മെഗ്ര ലോകത്തെ ഏറ്റവും നല്ല പേസ് ബോളർ, ഗിലസ്പി ആണെങ്കിൽ അത്ര തന്നെ സ്കിൽഫുൾ ആയിട്ടുള്ള, മെഗ്രാത്തിനും കുറച്ചുകൂടി പേസ് ഉള്ള ഒരു ബോളർ. മൈക്കിൾ കാസ്പർവിറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരും ആഗ്രഹിക്കുന്ന ഒരു അത്രയും സ്റ്റഡിയും കൺസിസ്റ്റന്റും ആയിട്ടുള്ള ഒരു തേർഡ് സീം. പിന്നെ ഷെയ്ൻ വോണിനെ പറ്റി ഒന്നും പറയാനില്ല. ഷെയ്ൻ വോൺ റഫിലൊക്കെ എറിയുമ്പോഴും കൂടി ഇത് എക്സ്ട്രാ കവർ കൂടി ഡ്രൈവ് ചെയ്യണം. സാധാരണ ഒരു ബാറ്റ്സ്മാൻ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ ഒരു ലെവലിലാണ് അന്ന് ലക്ഷ്മൺ ബാറ്റ് ചെയ്തത്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത് ഇത് എങ്ങനെയാണെന്ന്. ഞാൻ ഒരിക്കൽ ഹൈദരാബാദ് പോയപ്പോൾ ഈ മുരളിയെ കളിക്കണതിന് ശ്രീലങ്ക ഇവിടെ വരുന്നതിന് മുമ്പ് ലക്ഷ്മൺ പ്രാക്ടീസ് ചെയ്യും. പണ്ടത്തെ സ്കൂൾ നെറ്റ്സിൽ, സെന്റ് ജോൺസ് സ്കൂളിന്റെ നെറ്റ്സിൽ അവിടെ ഒരു നെറ്റ് മുഴുവൻ കുത്തിപ്പൊക്കി ഇവിടെയൊക്കെ മുഴുവൻ കുഴികളും ഇതൊക്കെ ആക്കി വെള്ളമൊക്കെ ഒഴിച്ച് അതിലാണ് പ്രാക്ടീസ് ചെയ്യുക, ഈ റഫിന്ന് എങ്ങനെ ബോൾ അടിക്കണം എന്നുള്ളത്. അപ്പൊ അതുപോലെ പോയി കളിച്ചിട്ട് വോൺ ട്രൈ ചെയ്യാത്തൊരു കാര്യം, റൗണ്ട് ദ വിക്കറ്റ് വന്നു, 9 വിക്കറ്റ് എല്ലാം. പക്ഷെ പേസ് ആയാലും സ്പിന്നായാലും ലക്ഷ്മൺ അന്ന് ബാറ്റ് ചെയ്ത, രാഹുലും അതെ കേട്ടോ, അല്ലാന്ന് രാഹുലും അത്ര തന്നെ നന്നായി ബാറ്റ് ചെയ്തു. പക്ഷെ ലക്ഷ്മണിന്റെ ചില ഷോട്ട്സ് നമുക്ക് എന്താ പറയുക, ഒരു ടെക്നിക്കൽ വ്യൂ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി പറ്റില്ല. അങ്ങനത്തെ ആ ഒരു ലെവൽ ജീനിയസ് ആയിരുന്നു. ഹർഭജന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാ വിജയത്തിനകത്ത്? ഹർഭജനാണ് ഇന്ത്യ ശരിക്കും ആ മാച്ചിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആദ്യത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഹെയ്ഡൻ 97 റണ്ണോട്ട് അടിച്ച് ശരിക്കും നമ്മളെ ആദ്യത്തെ 2 സെഷനും ശരിക്കും അടിച്ച് പരത്തിയിട്ടുണ്ട്. പക്ഷെ ഹർഭജൻ ഇതേപോലെ ഗാംഗുലിന്റെ കാര്യം പറഞ്ഞ പോലെ അവര് ശരിക്കും ചൊറിയാൻ അറിയായിരുന്നു. അപ്പൊ ബോളിംഗ് മാത്രല്ല, ഓരോ ഓവറിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പോയി പറയും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഇതൊക്കെ പതുക്കെ പതുക്കെ, പിന്നെ അത് നല്ല സ്കില്ലുണ്ട്. അത്രയും നന്നായിട്ട് ഹർഭജൻ പിന്നെ എറിഞ്ഞിട്ടില്ല. ആ ഫ്ലൈറ്റും ഡിപ്പും എല്ലാം ഉണ്ടായിരുന്നു. അത് പിന്നെ അവർക്ക് കുറെ ലെഫ്റ്റ് ഹാൻഡേഴ്സും ഉണ്ട്, ഗിൽക്രിസ്റ്റ്, ഹെയ്ഡൻ, ലാങ്ങർ. അപ്പൊ അവരുടെ എതിരെ എപ്പോഴും ഒരു ഡേഞ്ചർ ആയിരുന്നു. പിന്നെ നല്ല ക്ലോസ് ക്യാച്ചിങ് സൈഡായിരുന്നു ഇന്ത്യ. രാഹുൽ, ലക്ഷ്മൺ, ശിവ് സുന്ദർ ദാസ് ഇവരൊക്കെ നന്നായി ക്യാച്ച് ചെയ്യും. അപ്പൊ ആ ഹർഭജന്റെ ആ ഒരു അന്നത്തെ വൈകുന്നേരത്തെ സ്പെല്ല് കാരണം നമ്മൾ തിരിച്ചു വന്നു. പിന്നെ അവസാനത്തെ ദിവസം ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇന്ത്യ ജയിക്കുന്നു. ഇപ്പൊ ഈ ഫോളോ ഓൺ ഒക്കെ കഴിഞ്ഞിട്ടും സെറ്റ് ചെയ്ത ടാർഗറ്റ് 384 ഒക്കെയാണ്. പക്ഷെ 2 സെഷൻ ബാറ്റ് ചെയ്താൽ മതി. അതും വമ്പൻ ലൈനപ്പാണ്. സ്റ്റീവ് വോ നമ്പർ 6 ഒറ്റ വന്നിട്ട്. അപ്പൊ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ആരും ടീ ടൈമിന് പോകുമ്പോ 3 വിക്കറ്റ് ഒറ്റേ പോയിട്ടുള്ളൂ. പക്ഷെ പെട്ടെന്ന് സച്ചിന്റെ ആ മികവ് അന്നാണ് ശരിക്കും കാണിക്കുന്നത്. ബാറ്റ് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, 10 ഒറ്റ എടുത്തത്. പക്ഷെ ആ വാശി ഉണ്ടായിരുന്നു, ഈ മാച്ചിൽ ഞാൻ എന്തെങ്കിലും കാണിക്കും. ബോൾ വെച്ചിട്ട് എനിക്ക് മാർട്ടിനെയും വേറെ ആരും ഔട്ടാക്കിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്ന് മാർട്ടിനായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിക്കറ്റ്. പക്ഷെ ആ 2 വിക്കറ്റ് പിന്നെ ആ വാതിൽ തുറന്നപ്പോ ഹർഭജൻ കയറി ബാക്കി ഫിനിഷ് ചെയ്തു. പിന്നെ കുറച്ച് ഹോം അമ്പയറിംഗ് ഉണ്ടായിരുന്നു, അതില്ല എന്ന് പറയാൻ പറ്റില്ല. SK ബൻസലിന്റെ അമ്പയറിംഗ് 1-2 ഡിസിഷൻസ് കുറച്ച് പ്രശ്നമായിരുന്നു. ദിലീപിന്റെ ജേർണലിസം ജീവിതത്തിൽ ആദ്യത്തെ ടെസ്റ്റ് റിപ്പോർട്ടിംഗ് അല്ലേ? അപ്പൊ അതെങ്ങനെയാണ് പിന്നെ ഇപ്പം 25 വർഷം കഴിഞ്ഞിട്ട് അതിനെ പറ്റി ഓർമ്മിക്കുന്നത്? അത് വേറെ തന്നെ ഒരു ലോകമായിരുന്നു ശരിക്കും. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഇവരൊക്കെ ഈ ചില വലിയ പേരുകളൊക്കെ പീറ്റർ റൂബക്, മൈക്ക് കൗഡ്, ഇവരുടെ അടുത്തൊന്നും അപ്പൊ ലാപ്ടോപ്പ് ഇതൊന്നുമില്ല. പലരും ഒന്നുമില്ലെങ്കിൽ എഴുതിയിട്ട് ഫാക്സ് ചെയ്യും,
അല്ലെങ്കിൽ ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ഫാക്സ് ചെയ്യുക. റോബക്ക് ചിലപ്പോൾ ഫോണിൽ കൂടി ഡിക്റ്റേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് ഈ STD ISD ബൂത്ത് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും മറ്റേ പ്രസ് ബോക്സിനടുത്ത്. അവിടുന്ന് കോൾ ചെയ്തിട്ട് ഡിക്റ്റേറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ലോകമായിരുന്നു. വേറെ തന്നെ ഇപ്പൊ എങ്ങാനും നമ്മുടെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ തന്നെ ആ കോപ്പി ഒരു ഫ്ലോപ്പി ഡിസ്കിലോട്ട് സേവ് ചെയ്ത് പിന്നെ ഏതെങ്കിലും ഡയലപ്പ് കണക്ഷൻ ഉള്ള സ്ഥലത്ത് പോയിട്ട് അത് അയക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ പോലെ ഇൻസ്റ്റന്റ് റിപ്പോർട്ട് എന്നുള്ള ഒരു പരിപാടിയൊന്നും ഇല്ല. ബ്രേക്കിംഗ് ന്യൂസ് അതൊരു ആശ്വാസമായിരുന്നു ശരിക്കും. പണി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, പിന്നെ രാത്രി 2 മണിക്ക് ബ്രേക്കിംഗ് അങ്ങനത്തെ ഒന്നുമില്ല. എന്നാലും ഇത്രയും വലിയ വളരെ എമിനന്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളോട് ഇരിക്കുമ്പോഴുള്ള അനുഭവം എന്തായിരുന്നു? എനിക്ക് ശരിക്കും ഒരു ചമ്മലായിരുന്നു. ഞാൻ അർഹിക്കാതെ അവിടെ എത്തി എന്നുള്ളൊരു തോന്നല്. എന്താ വെച്ചാൽ സാധാരണ ആൾക്കാർ എത്രയോ പ്രയത്നിച്ചിട്ടാണ് ഒരു ടെസ്റ്റ് മാച്ച് ഒക്കെ കവർ ചെയ്യാൻ പറ്റും. ഞാൻ 2 കൊല്ലം കൊണ്ട് ഒരു ടെസ്റ്റ് മാച്ച് കവർ ചെയ്യാൻ എത്തി. അതും പെട്ടെന്ന് സാഹചര്യങ്ങൾ കാരണം. എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് എഴുതുന്നത് കൂടാതെ ചാപ്പൽ ശാസ്ത്രി ഇവരുടെ ഒക്കെ കോളംസ് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗോസ്റ്റ് റൈറ്റ് ചെയ്തായിരുന്നു പരിപാടി. അപ്പൊ അവരായിട്ട് നേരിട്ട് ഇടപെടും വേണം. ടോണി ഗ്രെഗ് ഇവരൊക്കെ അന്താരാഷ്ട്ര ടീമുകളെ ക്യാപ്റ്റൻ ചെയ്ത കളിക്കാർ മാത്രമല്ല, കളിയെ പറ്റി ഏറ്റവും വിവരമുള്ള 3 ആൾക്കാരാണ്. ഇയൻ ചാപ്പൽ പ്രത്യേകിച്ച്. ഇയൻ ചാപ്പലിന്റെ ക്രിക്കറ്റിനെ പറ്റിയുള്ള ബുദ്ധി വേറെ ലെവലില്ല. ശാസ്ത്രി അത് ഇന്ത്യയിൽ ഞാൻ ശാസ്ത്രിയെ പോലത്തെ ഒരു തിങ്കറെ കണ്ടിട്ടില്ല കളിയെ പറ്റി. ടോണി ഗ്രെഗിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ശൈലി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ക്യാനും പിടിച്ച് ഇങ്ങനെ നോക്കും ഇവരെന്താ സംസാരിക്കണെന്ന്. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ശരി.